ഞങ്ങള് പറയാൻ പോകട്ടെ. പറഞ്ഞോ നല്ല കുട്ടിയാണ്. പിന്നെ പറയാൻ പറ്റാത്താണ്, ഇതില് പറയാൻ പറ്റാത്താണ് പറയാത്ത. ഓൻ്റെ ഇവിടെ ഒരു വെട്ടുണ്ട്. അത് ചില സമയത്ത് ഞങ്ങൾ കളിച്ച സമയത്ത് ഞാൻ വെട്ടിയതാണ് കത്തി. പിന്നെന്ന് പറഞ്ഞാല് ഞങ്ങൾ തമ്മില് ഒരു 3.5 വയസ്സിന്റെ ഗ്യാപ്പാണുള്ളത്. പക്ഷെ നല്ല വളരെ നല്ലൊരു ചെക്കന്. അൻകാക്കനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഭയങ്കര കമ്പനിയാണ്. നമ്മളെ എല്ലാ വൈപ്പിനും പറ്റുന്ന ഒരു ആളാണ്. നമ്മളെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. ബാക്കി ആൾക്കാരിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഫീൽ ചെയ്യലെന്ന് വെച്ചാൽ ഓനെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മളോടൊന്നും പറയില്ല. ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഓന്. मेरा सोना सजन कर मेरा सोना सजन कर അതിൻ്റെ കല്യാണം, പിന്നെ 2 മക്കള്. ഹാർഡ് വർക്കാണ്, വീട് നോക്കുന്നുണ്ട്. അവൻ്റെ ഹാർഡ് വർക്ക് തന്നെയാണ് അവൻ ഇതുവരെ എത്തിയതും. ഓനെന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മളോടൊന്നും പറയില്ല. പക്ഷെ നമ്മളെപ്പോഴേലും എന്തെങ്കിലും ഒരു ഡ്രീം ഓനോട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്താക്കാരം ഓനത് നമുക്ക് തരുന്നുണ്ടാവുക. ഇവന് കല്യാണം നോക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ ആയി. കാരണം ഞങ്ങളെ വീട്ടില് ഉമ്മ ഉപ്പ അങ്ങനത്തെ രീതിയിലല്ല, ഞങ്ങൾ ഒരു ഫ്രണ്ട്സ് പോലെയാണ് ഇവിടെ കഴിയുന്നത്. അപ്പൊ വരുന്ന ആളെ എങ്ങനെയാവും. പിന്നെ ഇവന് പറഞ്ഞ ഒരു കോമഡി പേഴ്സൺ ആണ്. അപ്പൊ ഓനിപ്പത്തെ ഓന്റെ ഈ ഒരു വളർച്ചയിലൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഓളെ കണ്ടു കഴിഞ്ഞപ്പോഴും എന്നോട് ചോദിച്ചു എനിക്ക് പറ്റീനോ, ഓക്കെയാണോ? ഞാൻ ഓക്കെയാണ് പറഞ്ഞു. ഇടയിൽ വരുമ്പോ ഇങ്ങനെയാണ് ഉണ്ടാവാന്നുള്ള ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ മാഷാ അല്ലാഹ് ഓള് ഉഷാറാണ്. നമുക്ക് നമ്മളതിലേക്ക് പറ്റിയ ആളാണ്. കണ്ടപ്പോ അടിവയറ്റിലും മഞ്ഞുള്ള രാത്രി കണ്ടപ്പോ അയ്യോ നെഞ്ചില. ഓന് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് കഴിയുന്നത്. പിന്നെ അവന്റെ കൂടെ നിക്കണമെങ്കിൽ എന്താ പറയാ, തമാശയൊക്കെ പറ്റുന്ന ആളാവണം. संग तेरे ऐसा लगे जैसे वक्त थम सा गया. देखो जरा कैसे ये तेरा मैं हो गया. आंखें जो बंद करूं मैं, मुझे अपने करीब तो देखे. ഹാപ്പി മാരീഡ് ലൈഫ് എനിക്കൊക്ക. ഏതായാലും എല്ലാം ഹാപ്പിയാണ്. ഇനി അവന്റെ പിന്നെ കുടുംബജീവിതം ഇതിലും നല്ലൊരു ഹാപ്പിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബജീവിതം അല്ലാഹു ഖൈറാക്കി കൊടുക്കട്ടെ.
ചെങ്കതിർമുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്നു കുടിച്ചിടുവാനേ. ചെങ്കതിർമുഖം മാറും കണ്ട് നേരം പൊക്കറിയാതെ ഞാനേ ഇന്ന് ആനന്ദിച്ചാശിക്കുന്ന മലർ വിരിഞ്ഞതിലൂറും തേനൊന്നു കുടിച്ചിടുവാനേ. പേരിമ്പക്കനിയാളോടുള്ളിൽ എനിക്ക് നിറഞ്ഞ് പ്രേമത്തിൻ മരുന്നൊരു തുള്ളി തരുവാൻ പറഞ്ഞ് സാരം വച്ചെഴുത്താനും കള്ളികളെല്ലാം അറിഞ്ഞ് താമരപ്പൂവൊരു വാക്കും വിള്ളിയതില്ല തിരിഞ്ഞ് കണ്ണാടേ പല്ല് മുത്തു നിരത്തതിനൊത്തൊരു മിത്തൊരു പെണ്ണാടേ നിന്റെ തേനരപ്പ വിളച്ചിരിയുന്ന ഞാനൊരിച്ചു ഉണച്ചിടുമെന്ന് വിട്ടേ മോഹബത്തിന്റെ സ്വത്തെ പുന്നാരക്കുട്ടി തത്തെ ക്ഷണമെനിക്ക് നല്ലൊരു മറുപടി തന്നിട ദേവി മുല്ല മലർമണമുള്ളൊരു ദേവി മാഞ്ഞാലം കൊഞ്ചി കൊഞ്ചി കണ്ണും വെട്ടിച്ചെന്നെ കണ്ടാൽ പാഞ്ഞൊളിച്ചിടുന്നെന്തിനാണ് നിന്റെ മാരനായി എടുക്കുവാൻ എന്നെ പറ്റുന്നില്ലെങ്കിൽ പിന്നാരാണ് ഈ ഉലകത്തിൽ തേനെ. ആ വരുന്ന പൂച്ച ഇമ്മ എന്നാ എന്റെ മയക്കമാണീ പിടിച്ചാൽ എനിക്ക് മയക്കം കിട്ടൂല. ഇമ്മ ഇനി എടുത്തോ അങ്ങനെ തന്നെയാണ് സോറി